ഹായ്, വെൽക്കം ബാക്ക് ടു ചാരുചന്ദ്ര ടൈംസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടോ. കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും വാച്ചിന്റെ വീഡിയോ ചെയ്യാമെന്ന് എഴുതി വന്നതാണ് കേട്ടോ. വാച്ച് വേറൊന്നുമല്ല, റോളക്സിന്റെ വാച്ചാണ്. ഇതാണ് ഈ മോഡൽ വരുന്നത്. ഓക്കെ, ഇതിന്റെ ചെയിൻ വരുന്നത് ഫുൾ സ്റ്റീൽ ആണ്. നല്ല തിക്കായിട്ടുള്ള ചെയിൻ ആണ് വരുന്നത്, കണ്ടോ. പിന്നെ ഈ ഡയലിന്റെ ഉള്ളിൽ ഇവിടെ റോളക്സിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയിന്റെ ലോക്കിന്റെ എവിടെയും റോളക്സിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിനകത്ത് ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഡേറ്റിന്റെ എവിടെയാണെങ്കിൽ ലെൻസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ ഫിഗേഴ്സ് ഇതിന്റെ ഡയലിന്റെ ഉള്ളില് പല വെറൈറ്റീസ് വരുന്നതുണ്ട്. ഇതിനകത്ത് റോമൻ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് ഫിഗേഴ്സിന്റെ അവിടെ. ചിലതിനാണെങ്കിൽ സ്റ്റോൺ വരുന്നതുണ്ട്, ചില വാച്ചസിനാണെങ്കിൽ അറബിക് ലെറ്റർ വരുന്നതുണ്ട്. അതിന്റെയൊക്കെ വെറൈറ്റീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഒരു നോർമൽ സൈസ് ആണ്, ഒരുപാട് വലിയ ഡയലല്ല, അത് തീരെ ചെറുതല്ല, ഒരു നോർമൽ സൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജെന്റ്സിനും ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം വെയർ ചെയ്തിട്ടുണ്ട്, നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നതുമില്ല. ഇത് പിന്നെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കിടന്നിങ്ങനെ ഓടുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തും കൊണ്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ചെയിൻ ആണെങ്കിൽ 2 ടോൺ ആണ് വരുന്നത്. സിൽവറും ഗോൾഡൻ കളറിലെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഡയലിന്റെ ഉള്ളിൽ വേറെ വേറെ കളേഴ്സ് വരുന്നത്. അതപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക്. ഓക്കെ, ഇതിന്റെ ഉള്ളിലും റോമൻ ലെറ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റോസ് ഗോൾഡ് ആണ്. അതിനകത്ത് ഫിഗേഴ്സിന്റെ അവിടെ സ്റ്റോൺ ആണ് വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ആ ഗ്രീൻ തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു യെല്ലോ ആണ്, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതാണ്, ഫുൾ ഗോൾഡ് കളറാണ് കേട്ടോ. ഫുള്ളില് ബ്ലാക്ക് കളറ്, ഫിഗേഴ്സിന്റെ അടുത്ത് സ്റ്റോൺ ആണ് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കുറച്ചുകൂടി ഒരു വലുപ്പമുള്ള ഡയലാണ് വരുന്നത്. പക്ഷെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഫുൾ സ്റ്റീലിനകത്ത് നോക്ക്, നല്ലൊരു ബ്ലൂ പോലത്തെ ഒരു പൊന്മാൻ നീല എന്നൊക്കെ പറയത്തില്ലേ, ഒരു എന്താ പറയണ്ടേ, പീകോക്ക് ബ്ലൂ, ആ ഒരു കളറിൽ വരുന്നതേ, കണ്ടോ. ആ ഒരു കളറിൽ ഡയലിന്റെ ഉള്ളിൽ വന്നേക്കുന്നത്. അതിനകത്ത് വന്നേക്കുന്നത് അറബിക് ലെറ്റേഴ്സ് ആണ്, കണ്ടോ, അറബിക് ലെറ്റേഴ്സ് ആണ്. പിന്നെ ഈ റോളക്സിന്റെ ആ ഒരു ലോഗോയുടെ തൊട്ട് മുകളിലായിട്ട് അവിടെയാണ് ഇതിന്റെ ഡേ കാണിക്കുന്നത്. ഡേറ്റ് ഇവിടെയും ആ ഒരു ലെൻസ് വെച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഡേറ്റ് കാണിക്കുന്നത്, മുകളിൽ ഡേ കാണിക്കും കേട്ടോ, മുകൾ ഭാഗത്ത്. ഓക്കെ, ഇതാണ് വേറൊരു വെറൈറ്റി. ഇതിന്റെ തന്നെ കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ, അതുകൂടി ഞാൻ കാണിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഉള്ളിൽ കോഫി ബ്രൗൺ കളറാണ്. ഇതിനകത്ത് ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഫിഗേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിന്റെ ഉള്ളിൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് വരുന്നത് റോസ് ഗോൾഡ് ആണ്. അടുത്തത് ഇത് 2 ടോൺ ആണ്. ഇതും അറബിക് ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഉള്ളില്. ഓക്കെ, ഇതിന്റെ തന്നെ ഗ്രീൻ ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലുതാണ് ഇത്.
അടുത്തത് കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള ഡയലാണ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഇതൊരു നോർമൽ സൈസ് ആണ്, ബാക്കി ഞാൻ ചെയ്തതൊക്കെ ലേഡീസിന് വെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പം നോർമൽ സൈസ് മാത്രമേ ചെയ്തോളൂ, കുറച്ചുകൂടി വലിപ്പം ഉള്ളതായിരുന്നു വേണ്ടതെന്നുള്ള ഒരു വിഷമിക്കേണ്ട. ഇതാ റോസ് ഗോൾഡ് ആണ് ഇതിന്റെ കളർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡിനകത്ത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഡയലിന്റെ ഉള്ളില്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ 6 month വർക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഒരു ഗ്രീൻ കളർ. ഇത് കോപ്പർ കളറിനകത്ത് ഗ്രീൻ കളറ്, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞ കയ്യിൽ വെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി വലുത്, ഇത് ഇങ്ങ് വരെ പോകും, കിടന്ന് ഓടുക കയ്യില്. ഇത് ഫുൾ ഒരേ കളർ തന്നെ, കോപ്പർ കളറാണ് ഡയലിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്കായിട്ട് മറ്റൊരു ഓഫർ കൂടി ഒരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, വേറൊന്നുമല്ല. ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ചെയിൻഡ് വാച്ചസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ റിസീവ് ചെയ്തതിന് ശേഷം എന്താ, നമ്മളൊരു വാച്ച് ഷോപ്പ് തിരക്കുന്നുണ്ടെന്ന് അവിടെ കൊണ്ടുപോയി അതിന്റെ കണ്ണിയൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഒരു സൈസിനാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ സമയം ഇല്ലാത്തവരായിരിക്കും അതിന്റെ ഇടയിൽ സമയം ഉണ്ടാക്കി അതിനൊക്കെ വേണ്ടി ഓടുന്നത് അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ചെന്നാലോ ഒരു 50-100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുകയും ചെയ്യും. അപ്പോ എന്റെ കയ്യിൽ നിന്ന് വാച്ച് പർച്ചേസ് ചെയ്തവർക്കൊക്കെ ഞാൻ വിചാരിച്ചു ഇനി മുതൽ നിങ്ങളുടെ വാച്ച് കിട്ടുന്ന ഒരു മെഷർമെന്റ് എനിക്ക് എടുത്ത് അയച്ചു തരാം. അതായത് ഒരു നൂല് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലൂസാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ഒന്ന് അളന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് എത്ര ഇഞ്ചാണെന്ന് സ്കെയിലിനകത്ത് ആ നൂല് വെച്ച് നിങ്ങൾ ആ ഒരു അതിന്റെ ലെങ്ത് എനിക്ക് എത്ര വേണ്ടതെന്നുള്ളത് ഒന്ന് അയച്ചു തരിക, എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ എക്സ്പേർട്ടിനെ കൊണ്ട് ഞങ്ങൾ അത് ഇവിടെ നിന്ന് ചെയിനൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് എല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അത് ചാർചന്ദ്ര ടൈംസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി മുതൽ നമ്മൾ അങ്ങനെ കൂടി ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഇന്ന് വാച്ച് പർച്ചേസ് ചെയ്യുക. പിന്നെ റോളക്സിന്റെ വാച്ചിന്റെ പ്രൈസ് കൂടി പറയാനുണ്ട്, അത് പറഞ്ഞില്ല. ഈ വാച്ചസ് ഇന്നിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ വാച്ചസിന് എല്ലാം വരുന്ന പ്രൈസ് 1300 രൂപയാണ്, 1300 rupees ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വീഡിയോ കണ്ടും ഒന്ന് ഷെയർ ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.